ന്യായാധിപന്മാർ അധ്യായം 18. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ദാൻ ഗോത്രക്കാർ അക്കാലം തങ്ങൾക്ക് വാസത്തിന് ഒരു അവകാശം അന്വേഷിച്ചു. ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ അവർക്ക് അന്ന് വരെ അവകാശം സ്വാധീനമായി ലഭിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെ ദേശം ഒറ്റുനോക്കി പരിശോധിക്കേണ്ടതിന് ദാന്യർ തങ്ങളുടെ കൂട്ടത്തിൽ പരാക്രമശാലികളായ 5 പേരെ സോരയിൽ നിന്ന് എക്സോയോലിൽ നിന്നും അയച്ചു. അവരോട്, നിങ്ങൾ ചെന്ന് ദേശം ശോധന ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവർ എഫ്രയീം മലനാട്ടിൽ മീഖായുടെ വീട് വരെ എത്തി രാത്രി അവിടെ പാർത്തു. മീഖായുടെ വീടിനരികെ എത്തിയപ്പോൾ അവർ ലേവ്യ യുവാവിൻ്റെ ശബ്ദം കേട്ടറിഞ്ഞു. അവിടെ കയറി ചെന്ന് അവരോട്, നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആർ? നീ ഇവിടെ എന്ത് ചെയ്യുന്നു? നിനക്ക് ഇവിടെ എന്തു കിട്ടും എന്ന് ചോദിച്ചു. അവൻ അവരോട്, മീഖാ എനിക്ക് ഇന്നത് ചെയ്തിരിക്കുന്നു. അവൻ എന്നെ ശമ്പളത്തിന് നിർത്തി. ഞാൻ അവൻ്റെ പുരോഹിതനാകുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ പോകുന്ന യാത്ര ശുഭമാകുമോ എന്ന് അറിയേണ്ടതിന് ദൈവത്തോട് ചോദിക്കണം എന്ന് പറഞ്ഞു. പുരോഹിതൻ അവരോട്, സമാധാനത്തോടെ പോകുവിൻ, നിങ്ങൾ പോകുന്ന യാത്ര കർത്താവിൻ്റെ സമ്മതം തന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ 5 പുരുഷന്മാരും പുറപ്പെട്ട് ലയീശിലേക്കു ചെന്നു. അവിടുത്തെ ജനം സീദോന്യരെ പോലെ സ്വൈര്യവും സ്വസ്ഥതയുമുള്ളവരായി നിർഭയം വസിക്കുന്നു. യാതൊരു കാര്യത്തിലും അവർക്ക് ദോഷം ചെയ്യുവാൻ പ്രാപ്തിയുള്ളവൻ ദേശത്താരുമില്ല. അവർ സീദോന്യർക്ക് അകലെ പാർക്കുന്നു. മറ്റുള്ള മനുഷ്യരുമായി അവർക്ക് സംസർഗവും ഇല്ല എന്ന് കണ്ടു. പിന്നെ അവർ സോരയിലും എക്സോനോവിലും തങ്ങളുടെ സഹോദരന്മാരുടെ അടുക്കൽ വന്നു. സഹോദരന്മാർ അവരോട്, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. അതിന് അവർ, ലയീശിൽ നിന്ന് എന്ന് പറഞ്ഞു. എഴുന്നേൽപ്പിൻ, നാം അവരുടെ നേരെ ചെല്ലുക. ആ ദേശം ബഹുവിശേഷം എന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു. നിങ്ങൾ മടിച്ച് കനങ്ങാതിരിക്കുന്നതെന്ത്? ആ ദേശം കൈവശമാക്കേണ്ടതിന് പോകുവാൻ മടിക്കരുത്. നിങ്ങൾ ചെല്ലുമ്പോൾ പുഷ്ടിയുള്ള ഒരു ജനത്തെ കാണും. ദേശം വിശാലമാകുന്നു. ദൈവം അത് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നു. അത് ഭൂമിയിൽ യാതൊന്നിനും നിങ്ങൾക്ക് കുറവ് വരുത്തുകയില്ല എന്ന് പറഞ്ഞു. അനന്തരം സോരയിലും എക്സാനോയിലും ഉള്ള ദാൻ ഗോത്രക്കാരിൽ 600 പേർ യുദ്ധസന്നദ്ധരായി അവിടെ നിന്ന് പുറപ്പെട്ടു. അവർ ചെന്ന് യഹൂദയിലെ കുര്യത്ത് യായാരീമിൽ പാളയമിറങ്ങി. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെയും മശ്രീസ് ദാൻ എന്ന പേർ പറയുന്നു. അത് കുര്യത്ത് യായാരീമിൻ്റെ പിന്നിൽ സ്ഥിതി ചെയ്യുന്നു. അവിടെ നിന്ന് അവർ എഫ്രായിം മലനാട്ടിലേക്ക് ചെന്നു മീഖായുടെ വീടിനരികെ എത്തി. അപ്പോൾ ലയീശ് ദേശം ഉറ്റുനോക്കുവാൻ പോയിരുന്ന 5 പുരുഷന്മാരും തങ്ങളുടെ സഹോദരന്മാരോട്, ഈ കുന്നുകളിൽ ഒരു ഏഫോദും ഒരു ഗ്രഹബിംബവും കൊത്തുപണിയും വാർപ്പുപണിയുമുള്ള ഒരു വിഗ്രഹവും ഉണ്ട് എന്ന് അറിഞ്ഞുവോ? ആകയാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വിചാരിച്ചു കൊള്ളുവിൻ. അവർ അങ്ങോട്ട് തിരിഞ്ഞ് മീഖായുടെ വീടിനോട് ചേർന്ന
ലേവ്യ യുവാവിൻ്റെ വീട്ടിൽ ചെന്നു അവനോട് കുശലം ചോദിച്ചു. യുദ്ധസന്നദ്ധരായ ദാന്യർ 600 പേരും വാതിക്കൽ നിന്നു. ദേശം ഉറ്റുനോക്കുവാൻ പോയിരുന്നവർ 5 പേരും അകത്ത് കടന്നു കൊത്തുപണിയായ വിഗ്രഹവും ഏഫോദും ഗ്രഹബിംബവും വാർപ്പുപണിയായ വിഗ്രഹവും ആഭരണങ്ങളും എടുത്തു. പുരോഹിതൻ യുദ്ധസന്നദ്ധരായ 600 പേരുടെ അടുക്കൽ നിന്നിരുന്നു. ഇവർ മീഖായുടെ വീടിനകത്ത് കടന്നു കൊത്തുപണിയായി വിഗ്രഹവും ഏഫോദും ഗ്രഹബിംബവും വാർപ്പുപണിയായ വിഗ്രഹവും എടുത്തപ്പോൾ പുരോഹിതൻ അവരോട്, നിങ്ങൾ എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചു. അവർ അവനോട്, മിണ്ടരുത്, നിന്റെ വായ് പൊത്തി ഞങ്ങളോടുകൂടെ വന്നു. ഞങ്ങൾക്ക് പിതാവും പുരോഹിതനുമായിരിക്കെ ഒരുവന്റെ വീടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ? ഇസ്രായേലിൽ ഒരു ഗോത്രത്തിനും കുലത്തിനും പുരോഹിതനായിരിക്കുന്നതോ? ഏതാണ് നിനക്ക് നല്ലതെന്ന് ചോദിച്ചു. അപ്പോൾ പുരോഹിതന്റെ മനം തെളിഞ്ഞു. അവൻ ഏഫോദും ഗ്രഹബിംബവും കൊത്തുപണിയായ വിഗ്രഹവും എടുത്ത് സേനയുടെ നടുവിൽ നടന്നു. ഇങ്ങനെ അവർ പുറപ്പെട്ടു കുഞ്ഞുകുട്ടികളെയും ആടുമാടുകളെയും സമ്പത്തുകളെയും തങ്ങളുടെ മുമ്പിലാക്കി പ്രയാണം ചെയ്തു. അവർ മീഖായുടെ വീട്ടിൽ നിന്ന് കുറെ ദൂരത്തായപ്പോൾ മീഖായുടെ വീടിനോട് ചേർന്ന വീടുകളിലുള്ളവർ ഒരുമിച്ച് കൂടി ദാന്യരെ പിന്തുടർന്നു. അവർ ദാന്യരെ കൂകി വിളിച്ചപ്പോൾ അവർ തിരിഞ്ഞു നോക്കി മീഖായോട്, നീ ഇങ്ങനെ ആൾക്കൂട്ടത്തോടു കൂടെ വരുന്നത് എന്തെന്ന് ചോദിച്ചു. ഞാനുണ്ടാക്കിയ എൻ്റെ ദേവന്മാരെയും എൻ്റെ പുരോഹിതനെയും നിങ്ങൾ അപഹരിച്ചു കൊണ്ടുപോകുന്നു. ഇനി എനിക്ക് എന്തുള്ളൂ, നിനക്ക് എന്തുള്ളൂ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് എങ്ങനെയെന്ന് അവൻ പറഞ്ഞു. ദാന്യർ അവനോട്, നിന്റെ ശബ്ദം ഇവിടെ കേൾക്കരുത്, അല്ലെങ്കിൽ നീ കോപിഷ്ഠർ നിങ്ങളോട് എതിർത്തിട്ട് നിന്റെ ജീവനും നിന്റെ വീട്ടുകാരുടെ ജീവനും നഷ്ടമാകുവാൻ നീ സംഗതി വരുത്തും എന്ന് പറഞ്ഞു. അങ്ങനെ ദാന്യർ തങ്ങളുടെ വഴിക്ക് പോയി. അവർ തന്നിലും ബലവാന്മാർ എന്ന് മീഖ കണ്ടു. വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. മീഖ തീർപ്പിച്ചവയെയും അവനുണ്ടായിരുന്ന പുരോഹിതനെയും അവർ കൊണ്ടുപോയി ലയീശിൽ സ്വൈര്യവും നിർഭയവുമായിരുന്ന ജനത്തിൻ്റെ അടുക്കൽ എത്തി അവരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടി പട്ടണം തീ വച്ച് ചുട്ടുകളഞ്ഞു. അത് സീദോനകലെ ആയിരുന്നു. മറ്റു മനുഷ്യരുമായി അവർക്ക് സംസർഗം ഇല്ലായകയാൽ അവരെ വിടിവിപ്പാനാരും ഉണ്ടായിരുന്നില്ല. അത് ബേത്‌രേഹോബ് താഴ്വരയിൽ ആയിരുന്നു. അവർ പട്ടണം വീണ്ടും പണിതു അവിടെ താമസിക്കുകയും ഇസ്രായേലിന് ജനിച്ച തങ്ങളുടെ പിതാവായ ദാന്റെ പേരിൽ പ്രകാരം നഗരത്തിനു ദാൻ എന്ന് പേരിടുകയും ചെയ്തു. പണ്ട് ആ പട്ടണത്തിന് ലയീഷ് എന്ന പേരായിരുന്നു. ദാന്യർ കുത്തുപണിയായ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. മനശ്ശെയുടെ മകനായ ഗേർശോമിൻ്റെ മകൻ യോനാഥാനും അവൻ്റെ പുത്രന്മാരും ആ ദേശത്തിൻ്റെ പ്രവാസകാലം വരെ ദാൻ ഗോത്രക്കാർക്ക് പുരോഹിതന്മാരായിരുന്നു. ദൈവത്തിൻ്റെ ആലയം ശീലോവിലായിരുന്ന കാലത്തൊക്കെയും മീഖ തീർപ്പിച്ച വിഗ്രഹം അവർ വച്ചു പൂജിച്ചു പോന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർഗുമോർ.